2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർക്കിടയിൽ ബാറ്ററി ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാരണം ചരിത്രത്തിൽ ശരിക്കും അങ്ങനെ ഒരു വസ്തുവെ കണ്ടെത്തിയിട്ടുണ്ട്. 1936 ഇന്നത്തെ ബാഗ്ദാദിനടുത്ത് ഖനനം നടക്കുമ്പോൾ ഈ വിചിത്രമായ മൺപാത്രം കണ്ടെത്തുന്നത്. കേവലം 5 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ഈ പാത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് ശാസ്ത്രലോകത്തെ അമ്പരിപ്പിച്ച ഒരു ചെമ്പ് സിലിണ്ടറും അതിനുള്ളിലായി ഒരു ഇരുമ്പ് കമ്പിയുമായിരുന്നു. അതിന്റെ ഘടന കണ്ടപ്പോൾ തന്നെ സയന്റിസ്റ്റുകൾ ഒന്ന് നിശബ്ദമായി. കാരണം രാസപ്രവർത്തനം വഴി കറണ്ട് ഉണ്ടാക്കുന്ന ഇന്നത്തെ ഒരു ഗാൽവനിക് സെല്ലിന്റെ അതേ ബേസിക് സ്റ്റെപ്പായിരുന്നു. ആദ്യം പലരും ഇത് തമാശയെ തള്ളിപ്പറഞ്ഞു. പക്ഷെ പിന്നീട് ഗവേഷകരിന്റെ കൃത്യമായ റെപ്ലിക്ക ഉണ്ടാക്കി പരീക്ഷിച്ചു. അതിനുള്ളിൽ ഇലക്ട്രോലൈറ്റായി അക്കാലത്ത് ലഭ്യമായിരുന്ന വിനാഗിരിയും മുന്തിരിച്ചാറും പോലുള്ള ആസിഡിക് ലിക്വിഡുകൾ ഒഴിച്ചപ്പോൾ സംഭവിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചു. ഒട്ടും കുറയാതെ 1.1 വോൾട്ട് വൈദ്യുതിയാണ് അതിൽ നിന്നും ഉത്പാദിക്കപ്പെട്ടത്. അതായത് 2000 വർഷം പഴക്കമുള്ള ആ സാങ്കേതിക വിദ്യ ഇന്നും പെർഫെക്റ്റായി വർക്ക് ചെയ്യും. പക്ഷെ കഥ ഇവിടെ നിന്നാണ് മാറുന്നത്. ഇത് ബാറ്ററി ആയിരുന്നുവെങ്കിൽ അവർ ഇത് ഉപയോഗിച്ചത് എന്തിനായിരിക്കും? കാരണം അതിനോടൊപ്പം കറണ്ട് പുറത്തേക്ക് എടുക്കാനുള്ള വയറുകളോ ബൾബ് പോലുള്ള ഉപകരണങ്ങളോ അന്ന് ലഭിച്ചിട്ടില്ല. പോരാത്തതിന് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പറയുന്ന യാതൊരുവിധ ചരിത്രരേഖകളും അക്കാലത്തിൽ. ഒരു പ്രമുഖ തിയറി പറയുന്നത് വെള്ളിയാഭരണങ്ങളിൽ നിന്ന് സ്വർണത്തിന്റെ നേർത്ത പാളി പൂശാൻ, അതായത് ഇലക്ട്രോപ്ലേറ്റിംഗിനായി അവർ ഇത് ഉപയോഗിച്ചിരിക്കും. ഇന്ന് ആർക്കും ഇതേപ്പറ്റി കൃത്യമായ ഒരു ഉറപ്പില്ല. ഇത് ലോകത്തിലെ ആദ്യത്തെ ബാറ്ററി ആയിരുന്നു, അല്ലെങ്കിൽ ചരിത്രത്തെ നമ്മൾ തെറ്റായി മനസ്സിലാക്കുകയാണ്. കാരണം ഒരു ചെറിയ മൺപാത്രം ഇന്നും മോഡേൺ സയൻസിന് ചോദ്യമായി നിൽക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.